ശ്രീരാമചന്ദ്രൻ ഭരതന് ഭരണോപദേശങ്ങൾ കൊടുക്കുകയാണ്. ഒരു ഭരണാധികാരിക്ക് വേണ്ട ഉപദേശങ്ങൾ രാമൻ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പൊന്നനുജ, അയോധ്യ നമ്മളുടെ വീരധീര പൂർവികന്മാരുടെ നിവാസ ഭൂമിയാണ്. പേരിനൊത്ത ഗുണങ്ങളോട് ചേർന്നതാണ് നമ്മളുടെ നാട്. അതിൻ്റെ കവാടങ്ങളെല്ലാം ഉറപ്പുറ്റവയാണ്. ആന, കുതിര, രഥം മുതലായ ഗതാഗത സൗകര്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മളുടെ നഗരി. നാനാവിധ പ്രാസാദങ്ങളും ഭവനങ്ങളും കൊണ്ട് അത് പരിശോഭിക്കുന്നു. നമ്മളുടെ നിവാസികളാണെങ്കിൽ ഒട്ടേറെ വിദ്വാൻമാരെ കൊണ്ട് സമ്പന്നമാണ് നമ്മളുടെ അയോധ്യ രാജ്യം. ആയിരക്കണക്കിന് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും അവരെ സേവിക്കുന്നവരും അവിടെ താമസിക്കുന്നു. അവരെല്ലാവരും സ്ഥിരോത്സാഹികളാണ്. മാത്രമല്ല ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ നിർത്തുന്നവരാണ്. ഭരത, നമ്മുടെ അയോധ്യയിൽ എത്രയെത്ര യജ്ഞസ്ഥാനങ്ങൾ, ദേവാലയങ്ങൾ, വഴിയമ്പലങ്ങൾ, തണ്ണീർപന്തലുകൾ ഇതൊക്കെ കാണാം. ഉത്സവത്തിന്റെ ആചാരകാര്യങ്ങളിൽ ആബാലവൃദ്ധം ആനന്ദ തുന്തിലരായി പങ്കെടുക്കുന്നുണ്ട്. ദേശവാസികളെല്ലാം പ്രസന്നതയോടുകൂടി കഴിഞ്ഞുകൂടുന്നു. നിലം പൂട്ടുവാനായി ഇഷ്ടം പോലെ സ്ഥലങ്ങളുള്ളത് കൊണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം കൃഷി നല്ല പോലെ ചെയ്യാം. കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും പൂർണ്ണമായും മുക്തമാണ് നമ്മളുടെ നാട്. ആർക്കും ഭയമോ ഭീഷണിയോ ഒന്നുമില്ല. ധാതുഖനികൾ നിറയെയുണ്ട്. പാപികൾ ഒഴിഞ്ഞുപോയ നാട്. ഇങ്ങനെയുള്ള സ്വന്തം ദേശത്തെ ഭരത നീ നല്ല പോലെ കാത്തു രക്ഷിക്കണം. നാൾക്ക് നാൾ അതിനെ സമ്പന്നമാക്കണം. ഉണ്ണി ഭരത, ബ്രഹ്മജ്ഞാനിയും ധർമ്മനിത്യനും മഹാതേജസ്വിയും നമ്മുടെ പരമ്പരാഗത കുലഗുരുവുമായ വസിഷ്ഠ മഹാമുനിയെ നീ യഥോചിതം പൂജിക്കാറില്ലേ? വിധി പോലെ ഹോമാദികൾ നിന്റെയും രാജ്യത്തിൻ്റെയും ഐശ്വര്യത്തിനായി ചെയ്യാറില്ലേ? ദേവമാതാക്കളെയും പിതൃഗുരുക്കന്മാരെയും പിതൃതുല്യരായ മഹാനുഭാവന്മാരെയും വൃദ്ധന്മാർ, വൈദ്യന്മാർ, ദ്വിജന്മാർ തുടങ്ങിയവരെ എല്ലാവരെയും യഥാർഹം നീ ബഹുമാനിക്കാറില്ലേ? ഇതെല്ലാം നീ ശ്രദ്ധയോടുകൂടി ചെയ്യണേ. ഇക്കാര്യങ്ങളിൽ ഒരിക്കലും ഒരു വീഴ്ച വരുത്തരുത്. ഭരത, രാജ്യം ഭരിക്കുന്നവൻ എന്നും ദിവസത്തിന്റെ മുൻപകുതിയിൽ ശുഭ്രമായ വേഷവിധാനത്തോടെ പതിവ് തെറ്റാതെ പരസ്യമായി പൊതുനിരത്തിൽ പ്രത്യക്ഷപ്പെടണം. നല്ല ഭരണത്തിന് കീഴിലുള്ള ജനങ്ങൾക്ക് ഭരണാധികാരിയെ കാണുവാനും സമീപിക്കുവാനും സാധിക്കണം. ഭരണാധികാരി എപ്പോഴും ദന്തഗോപുരത്തിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നവനാകരുത്. ഭരണാധികാരി ജനങ്ങളുടെ ഹൃദയവല്ലഭനായിരിക്കണം. മാത്രമല്ല തൻ്റെ ദേഹരക്ഷയ്ക്കായി ഒരു പറ്റം അംഗരക്ഷകര്, സെക്യൂരിറ്റി ഫോഴ്സ്, ഇങ്ങനെയുള്ള അകമ്പടി ഇതൊരിക്കലും ഭരണാധികാരിക്ക് ചുറ്റും ഉണ്ടാകേണ്ട അരക്ഷിതാവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത്. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഭരത? നോക്കൂ, ഇന്നത്തെ രീതിയിൽ നോക്കിയാൽ നമ്മുടെ നേതാക്കന്മാരുടെ ചുറ്റും എത്രയെത്ര കരിമ്പൂച്ചകളെയാണ് നമ്മൾ കാണുന്നത്. എത്ര വലിയ സെക്യൂരിറ്റി ഫോഴ്സാണ് അവർക്കുള്ളത്. അത്രയും വലിയ അരക്ഷിതാവസ്ഥ ഒരു നാട്ടിൽ ഉണ്ടാകരുത് ഭരത എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഭരത, നീ ഒരു യഥാർത്ഥ ഭരണാധികാരി ആണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നണമെങ്കിൽ നിന്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ദുർഗുണങ്ങളുണ്ട്. നീ ഇതെല്ലാം ശ്രദ്ധിക്കണം. 14 ദുർഗുണങ്ങളാണ് ഒരു ഭരണാധികാരിയെ വീഴ്ത്തുന്നത്. അതുകൊണ്ട് ഈ 14 കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിലൊന്ന്, ജനനായകൻ ഒരിക്കലും മൂല്യങ്ങൾ കളഞ്ഞുകുളിച്ച നാസ്തികനായിരിക്കരുത്. നാസ്തികനെ നമുക്കറിയാം. നാസ്തികൻ എന്ന് പറഞ്ഞാൽ വേദപ്രമാണങ്ങളെ അംഗീകരിക്കാത്തവൻ. വേദത്തെ, വൈദിക പ്രമാണങ്ങളെ, വേദഗ്രന്ഥത്തെയൊക്കെ അംഗീകരിക്കാത്തവനാണ് നാസ്തികൻ. അങ്ങനെ ഒരിക്കലും ഒരു ജനനായകൻ ഇത്തരം മൂല്യങ്ങൾ കളഞ്ഞുകുളിച്ച നാസ്തികനായിരിക്കരുത്. 2, അദ്ദേഹം ഒരിക്കലും നുണയനായിരിക്കരുത്. നുണ പറയരുത് എന്ന്. 3, തൊട്ടാൽ പൊള്ളുന്ന ശുണ്ഠിക്കാരനായിരിക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന ശുണ്ഠിക്കാരനായിരിക്കരുത് ഒരിക്കലും. 4, വിവരദോഷിയായിരിക്കരുത്. 5, കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നവനായിരിക്കരുത്. 6, അറിവുള്ളവർക്ക് നേരെ മുഖം തിരിക്കുന്നവനായിരിക്കരുത്. 7, അലസനായിരിക്കരുത്. 8, പഞ്ചേന്ദ്രിയങ്ങൾക്ക് കീഴ്പ്പെട്ടവനായിരിക്കരുത്. 9, രാജകാര്യങ്ങളെക്കുറിച്ച് ഒറ്റയ്ക്ക് ചിന്തിക്കുന്നവനായിരിക്കരുത്. 10, വകതിരിവില്ലാത്തവരുടെ ചൊൽപ്പടിക്കനുസരിച്ച് പെരുമാറുന്നവനായിരിക്കരുത്. 11, തീരുമാനങ്ങൾ നടപ്പാക്കാത്തവനായിരിക്കരുത്. 12, ഭരണരഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കാത്തവനായിരിക്കരുത്. 13, ശുഭ പ്രവർത്തികളെ അവഗണിക്കുന്നവനായിരിക്കരുത്.
14 ശത്രുക്കളുടെ നേർക്ക് മുൻപിൽ ചിന്തിക്കാതെ ചാടുന്നവനായിരിക്കരുത്. ഭരത, ഒരു ഭരണാധികാരിയെ നശിപ്പിച്ചു കളയുന്ന ഈ 14 ദോഷങ്ങളിൽ നിന്ന് നീ മുക്തനായിരിക്കണം. സത്യത്തിൽ രാമൻ പറഞ്ഞ 14 ദോഷങ്ങൾ ചിലതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധയോടെ വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ചിലതൊക്കെ ജന്മനാ തന്നെ നമുക്ക് സ്വഭാവമായി ഉണ്ടാവും. മറ്റു ചിലത് ശരിയായൊരു പരിശീലനത്തിന്റെ അഭാവം കൊണ്ട് നമുക്കുണ്ടാകാം. എങ്ങനെ ഉള്ളതാണെങ്കിലും, ജന്മന ഉള്ളതാണെങ്കിലും പരിശീലനത്തിന്റെ അഭാവം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളാണെങ്കിലും ഇവയെയെല്ലാം മനഃശക്തി കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും അകറ്റാൻ കഴിയണം നല്ല ഒരു ഭരണാധികാരിക്ക്. അല്ലെങ്കിൽ മനസ്സിന്റെ സന്തുലനമൊക്കെ തെറ്റിപ്പോവും. പദവിയിലുള്ള ലഹരി ബാധിച്ച്, അതായത് അധികാരത്തിന്റെ ലഹരി ബാധിച്ച് വിഷകന്യകയെ കെട്ടിപ്പുണരുന്നത് പോലെയുള്ള ചില നശീകരണ ദോഷങ്ങൾ അധികാരം കിട്ടിയ മനുഷ്യനുണ്ടാകും. അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും രാമൻ ഭരതനോട് പറയുകയാണ്.